പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു ആരാണ് എന്ന ചോദ്യം യേശു തന്നെ ചോദിക്കുകയും ശിഷ്യന്മാരെ കൊണ്ട് ഉത്തരം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്ക 3 സുവിശേഷകന്മാരും വലിയ പ്രാധാന്യം കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് സംഭവിച്ച ഈ കാര്യം. താൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? താൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ യേശു ആര് എന്നുള്ള ആ ഒരു ചരിത്രപരമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണത്തിലൂടെ നടത്തുന്നത്. ചരിത്രപുരുഷനായ യേശു, അല്ലെങ്കിൽ ചരിത്രത്തിൽ യേശു ക്രിസ്തു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അല്ല, ജീവിച്ചിരുന്നു എന്നതിന് തെളിവുകളില്ല എന്ന് പറയുന്നവരുണ്ട്. ലോകചരിത്രത്തെ മുഴുവനും സ്വാധീനിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നതിന് ബൈബിളിൻ്റെ അപ്പുറത്ത് മറ്റു രേഖകളൊന്നും സാക്ഷ്യമില്ലാത്തതിനാൽ നമുക്ക് ഒന്നും പറയാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നവരുമുണ്ട്. സെക്യുലറായിട്ടുള്ള രേഖകളൊന്നുമില്ല എന്ന് പറയുന്നിടത്ത് അല്ല, ചില രേഖകളെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിക്കുകയുണ്ടായി. റോമൻ ചരിത്രകാരനായ ഫ്ലാവിയൂസ് യോസേഫൂസ് യഹൂദ ചരിത്രമെന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ചില പരാമർശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത് അവതരിപ്പിച്ചത്. ഇനി റോമൻ ചരിത്രത്തിലേക്ക് വന്നാൽ, റോമൻ ചരിത്രകാരന്മാർ എന്തെങ്കിലും യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ടോ? റോമാ സാമ്രാജ്യത്തെ മുഴുവനും സ്വാധീനിച്ച ഒന്നാണ് ക്രൈസ്തവ സഭ. റോമക്കാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവസാനം ഈ പീഡിപ്പിക്കപ്പെട്ട ക്രിസ്തുമതം തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി 4-ാം നൂറ്റാണ്ട് രൂപ പ്രാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സമകാലിക ചരിത്രകാരന്മാർ, റോമൻ ചരിത്രകാരന്മാർ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? റോമിൻ്റെ ഔദ്യോഗിക രേഖകളിൽ യേശുവിനെക്കുറിച്ച് പരാമർശമുണ്ടോ? ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കണം, റോമിൻ്റെ രേഖകൾ എപ്രകാരമുള്ളതായിരുന്നു. 2 തരത്തിലുള്ള രേഖകളെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയും. ഒന്ന്, റോമിൻ്റെ ചെയ്തികൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന ആക്ത സെനാത്തൂസ് എന്ന് പറയുന്ന രേഖകളാണ്. റോമൻ സെനറ്റിൻ്റെ ഔദ്യോഗിക ചെയ്തികളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ. അതിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. കാരണം റോമൻ സെനറ്റിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു എന്ന വ്യക്തി പരാമർശ വിഷയമാകേണ്ട യാതൊരു കാരണവുമില്ല. മറ്റൊരു തരത്തിലുള്ള രേഖകളുണ്ട്. അതിനെ കൊമെന്താരി പ്രിൻസിപ്പി എന്നാണ് പറയുക. പ്രധാനപ്പെട്ട വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ രേഖകൾ, അവരുടെ ചെയ്തികൾ, ലേഖനങ്ങൾ, ഇങ്ങനെ ചരിത്രരേഖകളായി അവതരിപ്പിക്കാവുന്ന ചില രേഖകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കാവുന്നത് റോമൻ ചരിത്രകാരനായ ടാസിറ്റസ്, പൂബ്ലിയൂസ് കൊർണേലിയൂസ് ടാസിറ്റസ് എന്ന് പറഞ്ഞ വ്യക്തി, ചരിത്രകാരൻ എഴുതിയ ദ അനൽസ് ഓഫ് ഇംപീരിയൽ റോം എന്ന പുസ്തകമാണ്. AD 14 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ ചരിത്രഗ്രന്ഥം വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നത്. ടാസിറ്റസ് എന്ന ചരിത്രകാരൻ സുപ്രധാനമായ, വളരെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്, പ്രസംഗകനാണ്. റോമൻ സെനറ്ററായിരുന്നു അദ്ദേഹം. റോമിൻ്റെ ഒരു കോൺസുളായിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റേൺ അനറ്റോളിയയിൽ, ഏഷ്യ മൈനറിൽ അദ്ദേഹം ഗവർണറുമായിരുന്നു. ഇപ്പോൾ റോമിൻ്റെ ചരിത്രം വിശദീകരിച്ചു വരുമ്പോൾ നീറോയുടെ ചരിത്രം വളരെ ദീർഘമായി അവതരിപ്പിക്കുന്നുണ്ട്. നീറോയുടെ ചരിത്രത്തിൽ ഒരധ്യായം റോമിന് ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ചാണ്. ഈ തീപിടുത്തത്തിൻ്റെ ചരിത്രം പറഞ്ഞു വരുമ്പോഴാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശമുള്ളത്. അത് ഇപ്രകാരമാണ് കൊർണേലിയൂസ് പൂബ്ലിയൂസ് ടാസിറ്റസ് രേഖപ്പെടുത്തുന്നത്. But neither human resources nor imperial munificence nor appeasement of the gods eliminated sinister suspicions that the fire had been instigated. റോമിന് തീ വെച്ചതിനെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിൽ പ്രകാരമാണ് പറയുക, നീറോയാണ് റോമിന് തീ കൊളുത്തിയത് എന്ന അപകടകരമായ സംശയം ദൂരീകരിക്കാൻ മനുഷ്യപ്രയത്നത്തിനോ ചക്രവർത്തിയുടെ ഔദാര്യത്തിനോ ദേവപ്രീതിക്കായുള്ള ശ്രമങ്ങൾക്കോ സാധിച്ചില്ല. അതിനാൽ ഈ ആരോപണം ഇല്ലാതാക്കാൻ വേണ്ടി നീറോ ബലിയാടുകളെ കണ്ടെത്തി. അതികഠിനവും ആസൂത്രിതവുമായ ശിക്ഷാ നടപടികൾ അവർക്കെതിരെ അഴിച്ചുവിട്ടു. ഏറ്റവും ഹീനരെന്ന് കുപ്രസിദ്ധി നേടിയവരും ക്രിസ്ത്യാനികൾ എന്ന് പൊതുവിൽ അറിയപ്പെടുന്നവരുമായ ഒരു സമൂഹത്തെയാണ് നീറോ ഇപ്രകാരം ബലിയാടാക്കിയത്. ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ സ്ഥാപകൻ ടിബേരിയൂസ് സീസറിൻ്റെ ഭരണകാലത്ത്
യൂദയായുടെ ഗവർണറായ പോന്തിയോസ് പീലാത്തോസിനാൽ വധിക്കപ്പെട്ടവനാണ്. മാരകമായ ഈ അന്ധവിശ്വാസം തൽക്കാലത്തേക്ക് പരാജയപ്പെട്ടെങ്കിലും പൂർവാധികം ശക്തിയോടെ അതിൻ്റെ പ്രഭവസ്ഥലമായ യൂദയായിൽ മാത്രമല്ല റോമിലേക്ക് കൂടി വ്യാപിച്ചു. ഈ തലസ്ഥാന നഗരിയിലാണല്ലോ ഹീനവും ലജ്ജാവഹവുമായ എല്ലാ വഷളത്വങ്ങളും വന്നടിയുന്നത്. അധ്യായം 14 ഖണ്ഡിക 44. ഇതാണ് ടാസിറ്റസ് എന്ന ചരിത്രകാരൻ പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇപ്പോൾ റോമിൽ ഉണ്ടായ തീപിടുത്തത്തിന് കാരണക്കാരൻ അന്വേഷിച്ച് നീറോയാണ് തീ വെച്ചതെന്ന് ഒരു വലിയ ആരോപണമുയർന്ന സാഹചര്യത്തിൽ അല്ല, ഇത് മറ്റു സമൂഹത്തിലാണ് എന്ന് പറയാൻ സ്ഥാപിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ എന്ന ഒരു സമൂഹത്തെ ബലിയാടാക്കുകയും ആ ബലിയാടാക്കിയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. ഈ റോമൻ ചരിത്രകാരൻ പറയുന്നതാണ്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതാണ്. ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ സ്ഥാപകൻ ടിബേരിയൂസ് സീസറിൻ്റെ ഭരണകാലത്ത് യൂദയായുടെ ഗവർണറായ പോന്തിയോസ് പീലാത്തോസിനാൽ വധിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായൊരു ചരിത്രരേഖയാണ്. യേശു ക്രിസ്തു എന്നറിയപ്പെടുന്നൊരു വ്യക്തി കലാപകാരിയായി വിചാരണ ചെയ്യപ്പെട്ടുവെന്നും അത് പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സംഭവിച്ചതാണെന്നും ഈ ചരിത്രകാരൻ പറയുകയാണ്. നമുക്ക് കൃത്യമായിട്ടറിയാം, പോന്തിയോസ് പീലാത്തോസ് എന്ന വ്യക്തി പലസ്തീനായിൽ ഗവർണറായിരുന്നത് AD 26 മുതൽ 36 വരെയുള്ള 10 വർഷമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യേശു എന്ന ഒരു വ്യക്തിയെ അദ്ദേഹം മരണശിക്ഷയ്ക്ക് വിധിച്ചുവെന്നും ആ വ്യക്തിയുടെ പേരിൽ പിന്നീടൊരു സമൂഹം രൂപപ്പെട്ടുവെന്നും ആ സമൂഹം റോമിൽ എത്തിയെന്നും ടാസിറ്റസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. ടാസിറ്റസ് മാത്രമല്ല ഇത് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാന ചരിത്രകാരൻ ഗായൂസ് സുവെത്തോണിയൂസ് ട്രങ്ക്വീലൂസ് എന്ന ചരിത്രകാരൻ AD 69 മുതൽ 135 വരെ ജീവിച്ചിരുന്ന വ്യക്തി ദ 12 സീസേഴ്സ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദ 12 സീസേഴ്സ്. അദ്ദേഹം 16-ലധികം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ 12 സീസേഴ്സ് 12 സീസർമാരുടെ ജീവചരിത്രം വിശദീകരിക്കുന്നതിനിടയ്ക്ക് ക്ലൗദിയൂസ് എന്ന സീസറിൻ്റെ ചരിത്രവും അദ്ദേഹം പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായം ക്ലൗദിയൂസിനെ കുറിച്ചാണ്. അപ്പോൾ ക്ലൗദിയൂസിൻ്റെ ചരിത്രം പറഞ്ഞു വരുന്നതിനിടയ്ക്ക് ഒരു പ്രത്യേക ഒരു പരാമർശമുണ്ട്. ബിക്കോസ് ദ ജ്യൂസ് അറ്റ് റോം കോസ്ഡ് കണ്ടിന്യൂസ് ഡിസ്റ്റർബൻസസ് അറ്റ് ദ ഇൻസ്റ്റിഗേഷൻ ഓഫ് ക്രെസ്തസ് ഹി എക്സ്പെൽഡ് ദം ഫ്രം ദ സിറ്റി. ഇതാണ് രേഖ. യഹൂദർ പട്ടണത്തിൽ ക്രെസ്തസ് എന്ന ഒരാളിൻ്റെ പേരിൽ കലാപമുണ്ടാക്കിയതുകൊണ്ട്, അവർ തമ്മിൽ തർക്കവും വഴക്കവും ഉണ്ടാക്കിയതുകൊണ്ട് ക്ലൗദിയൂസ് ചക്രവർത്തി അഥവാ ക്ലൗദിയൂസ് സീസർ യഹൂദരെ റോമിൽ നിന്ന് ബഹിഷ്കരിച്ചു അഥവാ നാടുകടത്തി എന്നാണ് പറയുക. ആരാണ് ഈ ക്രെസ്തസ്? ഇത് AD 50 സംഭവിക്കുന്നൊരു കാര്യമാണ്. ക്രെസ്തസ് എന്നത് ക്രിസ്തൂസ് എന്നതിൻ്റെ ഒരു പ്രത്യേക രൂപമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ക്രിസ്തു എന്ന ഒരാളിനെക്കുറിച്ചുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ യഹൂദരിടയിൽ കലഹമുണ്ടാവുകയും അതൊരു കലാപത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിയതുകൊണ്ട് യഹൂദരെ ഒന്നടങ്കം നാടുകടത്തുകയും ചെയ്തു എന്നാണ് ചരിത്രകാരനായ സുവത്തോണിയസ് പറഞ്ഞു വയ്ക്കുക. ഇതിനെക്കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് പരാമർശങ്ങളുണ്ട്. അക്വീല പ്രിസില്ല എന്ന ദമ്പതികൾ റോമിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരാണെന്നും കോറിന്തോസിൽ വെച്ച് പൗലോസ് വരെ കണ്ടുമുട്ടിയെന്നും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ AD 50 അടുത്ത കാലഘട്ടത്തിൽ റോമിൽ വെച്ച് ക്രിസ്തു എന്ന ഒരാളിൻ്റെ പേരിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിൻ്റെ പേരിൽ യഹൂദരിൽ കലാപമുണ്ടായി എന്ന് പറയുമ്പോൾ യഹൂദരിടയിൽ തന്നെ ഉണ്ടായ ഒരു കലാപത്തെക്കുറിച്ചാണ് പറയുക. അപ്പോൾ ക്രിസ്ത്യാനികളും യഹൂദരും 2 പ്രത്യേക വിഭാഗങ്ങളായി അന്ന് അറിയപ്പെട്ടിരുന്നില്ല. പക്ഷേ യഹൂദരിടയിൽ ക്രിസ്തു എന്ന ഒരാളിനെക്കുറിച്ച് തർക്കമുണ്ടാകുന്നു, ക്രിസ്ത്യാനികളുടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു സൂചനയാണ്. ഇത് 2-ാമത്തെ രേഖ. 3-ാമത് നമുക്കൊരു രേഖ കിട്ടിയിരിക്കുന്നത് പ്ലിനി ദ യങ്ങർ എന്ന് പറഞ്ഞ റോമൻ ഗവർണറുടെ രേഖയാണ്. AD 61 മുതൽ 120 വരെ ജീവിച്ചിരുന്ന പ്ലിനി. അദ്ദേഹം ട്രാജൻ ചക്രവർത്തിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ട്രാജൻ ചക്രവർത്തിയാണ് അദ്ദേഹത്തെ ഏഷ്യ മൈനറിൽ ഗവർണറായി നിശ്ചയിച്ചത്. 112, 113 വർഷങ്ങളിലായിരുന്നു അദ്ദേഹം ഇവിടെ ഗവർണറായിരിക്കുക. അപ്പോൾ ആ പ്രോവിൻസ് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചക്രവർത്തി അദ്ദേഹത്തെ അയച്ചതാണ്.
പക്ഷേ പ്രോവിൻസ് റീഓർഗനൈസ് ചെയ്യാൻ, പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി ട്രാജന് അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെക്കുറിച്ചാണ്. ക്രിസ്ത്യാനികൾ എന്നൊരു വിഭാഗം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആ ക്രിസ്ത്യാനികളുടെ ജീവിതത്തെക്കുറിച്ച് ട്രാജൻ പറഞ്ഞു വയ്ക്കുന്നു. ട്രാജനുള്ള കത്തിൽ പ്ലിനി പറയുന്നത് എന്താണ് ഇവരെക്കുറിച്ച് ചെയ്യേണ്ടത്? ക്രിസ്തു എന്ന ഒരാളെ ഇവർ ആരാധിക്കുന്നു. അവരെക്കുറിച്ച് തിന്മയായിട്ടൊന്നും പറയാനില്ല. അവർ അതിരാവിലെ എണീക്കും, ചിലപ്പോൾ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കും. അവർ തിന്മയൊന്നും ചെയ്യില്ല, ആർക്കുമെതിരെ ഒരു ദ്രോഹം ചെയ്യില്ല എന്ന് അവർ പൊതുവായി പ്രതിജ്ഞ ചെയ്യും. പക്ഷേ ഇവരുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള കൽപ്പന നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇവർക്കെതിരെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ക്രിസ്ത്യാനികളോട് എന്തു ചെയ്യണം? അപ്പോൾ എങ്ങനെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എടുത്തു കാണിക്കുന്ന പ്രധാന ഒരു കാര്യം, 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഏഷ്യ മൈനറിൽ ക്രിസ്തു എന്നൊരു വ്യക്തിയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു എന്ന് റോമൻ രേഖ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അവസാനമായി മറ്റൊരു രേഖ കൂടി, ലൂസിയൻ ഓഫ് സമോസാത്തായിലെ ലൂസിയൻ എന്നൊരു വ്യക്തി. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ലോയറായിരുന്നു. പക്ഷേ ആ ഒരു ആന്റിയോക്കിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ഒരുപാട് എഴുതിയിട്ടുമുണ്ട് അദ്ദേഹം. ക്രിസ്തു മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഹാസ്യ കഥകൾ രചിക്കുന്ന ഒരു വ്യക്തിയാണ്. സഞ്ചാരിയുടെ പ്രസ്ഥാനം അഥവാ ദ പാസിംഗ് ഓഫ് പെരഗ്രീനസ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിൽ ക്രിസ്തു മതത്തിൽ നിന്ന് വിട്ടുപോയൊരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പരാമർശ വിഷയമായ വ്യക്തി ക്രിസ്തുമതം വിട്ടുപോയെങ്കിലും പിന്നീട് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ അയാളെ അംഗീകരിക്കാനും ആദരിക്കാനും ആരാധിക്കാനും തുടങ്ങി എന്നാണ് ഈ ലൂസിയൻ ഓഫ് സമസോറ്റ പറയുക. അതിനിടയിൽ ഒരു കാര്യം പറയുന്നു, പലസ്തീനായിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട തങ്ങളുടെ സ്ഥാപകനെ ആരാധിക്കുന്നത് പോലെ ഇയാളെയും ദൈവമായി അവർ ആരാധിക്കാൻ തുടങ്ങി. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ക്രിസ്ത്യാനികളെ അവഹേളിച്ചുകൊണ്ടിരുന്ന രേഖയിലും പറഞ്ഞു വെക്കുന്നു, പലസ്തീനായിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട തങ്ങളുടെ സ്ഥാപകനെ ആരാധിക്കുന്നത് പോലെ ഇയാളെയും ആരാധിക്കുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രരേഖകളിലൂടെ നടത്തിയ പ്രയാണത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന നിഗമനങ്ങൾ ഇതൊക്കെയാണ്. ഇസ്രായേൽക്കാരനായ യഹൂദനായ ഒരു വ്യക്തി, നസ്രായനെന്നും ക്രിസ്തുവെന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തി പലസ്തീനായിൽ ജീവിച്ചിരുന്നുവെന്നും ആ വ്യക്തി കലാപകാരിയായി മുദ്രകുത്തപ്പെടുകയും റോമൻ ഗവർണർ വിചാരണ ചെയ്ത് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. കുരിശിൽ തറയ്ക്കിച്ച് കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ മരണത്തിന് ശേഷവും ആ വ്യക്തിയിലുള്ള വിശ്വാസം കുറയുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്തത്. പീലാത്തോസിന്റെ കാലമെന്ന് പറയുന്നത് AD 26-നും 36-നും മധ്യേയാണ്. അപ്പോൾ ഏതാണ്ട് AD 30 ആ ഒരു കാലഘട്ടത്തിൽ യേശു വധിക്കപ്പെട്ടുവെങ്കിലും താമസിയാതെ യേശുവിലുള്ള വിശ്വാസം റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചു എന്ന് റോമൻ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. AD 50 ആയപ്പോഴേക്കും, അപ്പോൾ യേശുവിൻ്റെ മരണത്തിന് ഏതാണ്ട് 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തലസ്ഥാന നഗരിയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വിശ്വാസ സമൂഹം രൂപം കൊണ്ടു, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരായി. ആ സമൂഹത്തിൻ്റെ സ്വാധീനം ഏഷ്യ മൈനറിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ചരിത്ര വസ്തുതകൾ. വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ യേശു ഒരു ചരിത്രപുരുഷനായിരുന്നു എന്ന് നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിൽ അംഗീകരിച്ചേ മതിയാവൂ എന്ന രീതിയിലുള്ള രേഖകൾ നമുക്കുണ്ട്. ഈ രേഖകളുടെ വെളിച്ചത്തിൽ നമ്മൾ സുവിശേഷങ്ങൾ കൂടി പരാമർശ വിഷയമാക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം ഇതാണ്, യേശു ക്രിസ്തുവിനെക്കുറിച്ച്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗത്തിനോടനുബന്ധിച്ചാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. അത് AD 27-30 കാലഘട്ടത്തിലാണ്. യേശുവിൻ്റെ പ്രവർത്തനത്തിൽ, യേശുവിൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായ ഒരുപാട് സമൂഹങ്ങളുണ്ടായ ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയും അവനിൽ നിന്ന് അത്ഭുതകരമായി രോഗശാന്തി സ്വീകരിക്കുകയും ചെയ്തവർ, അവൻ്റെ പ്രഘോഷണത്തിൽ ആകൃഷ്ടരായവർ യേശുവിനെ അനുഗമിച്ചു. ഈ വ്യക്തികൾ യേശുവിനെ ചിലർ പ്രവാചകനായി കണ്ടു, ചിലർ മിശിഹ അഥവാ രക്ഷകനായി കണ്ടു. പക്ഷേ യേശുവിൻ്റെ ഈ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളുമെല്ലാം സമൂഹത്തിൽ തന്നെ പിളർപ്പിന് കാരണമായി. ഒരു വിഭാഗം, ഒരു വലിയ ഭൂരിഭാഗവും യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് സംശയങ്ങളും എതിർപ്പുകളും ഉണ്ടായി. 2 തരത്തിലുള്ള എതിർപ്പുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, യേശുവിൻ്റെ ചില പരാമർശങ്ങൾ വിശ്വാസവിരുദ്ധമായി അവർ കണക്കാക്കി. ദൈവത്തോടുള്ള തൻ്റെ സമാനത യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലും യേശുവിൻ്റെ പ്രഘോഷണങ്ങളിലും പ്രതിഫലിക്കുന്ന അധികാര പ്രയോഗം,
ആരാണ് ദൈവം, താൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ തന്നെ ചില പരാമർശങ്ങൾ, ഇതൊക്കെ ദൈവദൂഷണമായി യഹൂദ നേതാക്കന്മാർക്ക് തോന്നി. തന്നെയുമല്ല, തങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് അണികൾ അടർന്നു പോവുകയും പുതിയ ഒരു സമൂഹമായി യേശുവിൻ്റെ പിന്നാലെ ആളുകൾ രൂപപ്പെടുകയും ചെയ്യുന്നതായിട്ടും അവർ കണ്ടു. അപ്പോൾ യേശുവിനെ ഉന്മൂലനം ചെയ്യുക, തുടച്ചു മാറ്റുക ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് യേശുവിന് എതിരെ യഹൂദ നേതൃത്വം തിരിയുന്നതായി നമ്മൾ കാണും. മറുഭാഗത്തു നിന്ന് പലസ്തീനായിൽ ഭരിച്ചിരുന്ന റോമൻ അധികാരികൾക്കും യേശുവിനെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 10,000-കണക്കിന് ആളുകൾ അവൻ്റെ പിന്നാലെ പോവുകയും ഒരു വലിയ ജനകീയ മുന്നേറ്റമായി തീരുകയും ചെയ്തപ്പോൾ പലസ്തീനായാലൊരു കലാപത്തിനത് കാരണമായേക്കുമോ എന്ന് പോലും അവർ സംശയിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ യഹൂദ നേതൃത്വവും പലസ്തീനായിലെ റോമൻ രാഷ്ട്രീയവും ഒരുമിച്ച് വരികയും യേശുവിനെ ഒരു ഭീഷണിയായി കണ്ട് ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ഇത്രയും ചരിത്ര വസ്തുതയായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് പിന്നീട് ക്രിസ്തുമതമുണ്ടായത്, എങ്ങനെയാണ് ഈ വധിക്കപ്പെട്ട നസറായനിൽ നിന്ന് ഒരു പുതിയ സമൂഹം രൂപം കൊണ്ടത്, ആ രൂപം കൊണ്ടതിൻ്റെ ചരിത്രം മുഴുവനും നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. പുതിയ നിയമ ഗ്രന്ഥങ്ങളെക്കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞിട്ട് ഈ പ്രഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. ചരിത്രപുരുഷനായ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ചരിത്രത്തെക്കാൾ കൂടുതൽ ചരിത്രത്തിൽ അവൻ ചെലുത്തിയ സ്വാധീനം, ആ വ്യക്തിയിലൂടെ ദൈവം നൽകിയ രക്ഷ, ഇതായിരുന്നു പ്രഘോഷിക്കുന്ന ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ പൗലോസ് പറയും, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ കുരിശ് തറച്ച് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെ രക്ഷകനായി പ്രഘോഷിക്കും? ഇതായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. യേശു ചരിത്രപുരുഷനായിരുന്നു എന്നതല്ല, അല്ലായിരുന്നു എന്നതല്ല, ചരിത്രപുരുഷനായിരുന്നു. ആ ചരിത്രപുരുഷനാവട്ടെ റോമക്കാരാൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇതിന് തന്നെ ആണ് ആദ്യമേ പരിഹാരം കണ്ടെത്തേണ്ടത്. എന്താണ് ഈ കുരിശു മരണത്തിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഇവന് പ്രകാരം കൊല്ലപ്പെട്ടത്? അത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ കുരിശു മരണത്തിലൂടെ എന്താണ് സംഭവിച്ചത്, അതിന് നൽകുന്ന ദൈവശാസ്ത്രപരമായ വിശദീകരണം, അതാണ് പുതിയ നിയമത്തിൽ മുഴുവനും കാണുക. യേശുവിൻ്റെ മരണത്തിലൂടെയാണ് യേശു ആരാണെന്ന് വ്യക്തമാവുക. ആ മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളും മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം അവൻ ജീവിച്ചിരിക്കുന്നവനായി പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷീകരണത്തിലൂടെ യേശു ഉത്ഥാനം ചെയ്തുവെന്ന് ശിഷ്യഗണം വിശ്വസിക്കുകയും ചെയ്തു. ആ വിശ്വാസമാണ് അവർ എങ്ങും പ്രഘോഷിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രഘോഷണങ്ങൾ കാണും. പൗലോസിൻ്റെ ലേഖനങ്ങളിലും ഇതുതന്നെ കാണും. ഇപ്പോൾ ഏതാണ്ട് ഒരു 20 വർഷത്തിനകം യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള, യേശുവിലൂടെ ലഭിച്ച രക്ഷയെക്കുറിച്ചുള്ള പ്രഘോഷണം ലോകത്തെല്ലായിടത്തും, അന്നത്തെ റോമാ സാമ്രാജ്യത്തിൽ മാത്രമല്ല, ഇങ്ങകലെ ഈ ഭാരതത്തിൽ പോലും എത്തിച്ചേരുകയുണ്ടായി. AD 52 വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ വന്നുവെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ലോകത്തെല്ലായിടത്തും പ്രചരിച്ച ഈ സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് പുതിയ നിയമത്തിൻ്റെ ഇതിവൃത്തമായി നിൽക്കുക. 4 ഗ്രന്ഥങ്ങൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, യേശുവിൻ്റെ വ്യക്തിത്വം, അത് വിശദീകരിച്ചു തരും സുവിശേഷങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം ഈ സഭയുടെ ചരിത്രമാണ്. എങ്ങനെയാണ് ജെറൂസലമിൽ ആരംഭിച്ചു റോമ വരെ സുവിശേഷം എത്തിച്ചേർന്നത്, ആ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് 5-ാമത്തെ പുസ്തകമായ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മളോട് പറയുന്നത്. പൗലോസ് എഴുതിയ ലേഖനങ്ങളുണ്ട്. വിശുദ്ധ പൗലോസ് സ്ഥാപിച്ച സഭകളിലെല്ലാം ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയ ലേഖനങ്ങളാണ് പൗലോസിൻ്റെ 13 ലേഖനങ്ങളായി അറിയപ്പെടുന്നത്. ഇനി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറയും. ചിതറിപ്പാർക്കുന്ന യഹൂദ ക്രൈസ്തവരെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ സുദീർഘമായ ഒരു ലേഖനം, യേശു ക്രിസ്തുവിനെ പുരോഹിതനായി, രക്ഷകനായി, ദൈവത്തിൻ്റെ പുത്രനായി അവതരിപ്പിക്കുന്ന, യേശുവിൻ്റെ മരണത്തെ ഏക ബലിയായി അവതരിപ്പിക്കുന്ന ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. പിന്നീട് 7 ലേഖനങ്ങളുണ്ട്, കാതോലിക ലേഖനങ്ങൾ എന്ന് പറയും. വിശുദ്ധ യാക്കോബിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ലേഖനം, വിശുദ്ധ പത്രോസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 2 ലേഖനങ്ങൾ, യോഹന്നാൻ്റെ പേരിൽ അറിയപ്പെടുന്ന 3 ലേഖനങ്ങൾ, അങ്ങനെ പിന്നെ യൂദായുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ലേഖനം. അങ്ങനെ മൊത്തം 7 ലേഖനങ്ങൾ കാതോലിക ലേഖനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവസാനമായി വെളിപാട് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്, യോഹന്നാൻ എഴുതിയെന്ന് കരുതപ്പെടുന്ന വെളിപാട് പുസ്തകം. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അർത്ഥവും ലക്ഷ്യവും എന്താണ്, ഈ ചരിത്രം എങ്ങോട്ടാണ് നീങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവും ക്രിസ്തുമതവും പീഡിപ്പിക്കപ്പെടുന്നത്, ഈ പീഡനത്തിന് പിന്നിൽ നിൽക്കുന്ന ശക്തി എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനം ഈ ചരിത്രം തന്നെ
ഒരു വലിയ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നീങ്ങുന്നതെന്നും ഈ ഭൂമിയും ഈ പ്രപഞ്ചവും തന്നെ നവീകരിക്കപ്പെടുമെന്നും ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഇവിടെ സംജാതമാകുമെന്നുമുള്ള വലിയ സദ്വാർത്ത പ്രവചനമായി അവതരിപ്പിച്ചുകൊണ്ടാണ് പുതിയ നിയമഗ്രന്ഥങ്ങൾ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്.